+1 +2 സ്കൂളിൽ പോകാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കോൾ കേരള എന്ന് പറയുന്ന സ്കീം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു സ്കീമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. NIOS എന്ന് പറയുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, എക്സാക്ട്ലി ഈക്വൽ ഒന്നുമല്ല. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്നുള്ളത് കംപ്ലീറ്റ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിനെയാണ് നമ്മൾ NIOS എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ തന്നെയാണ്. ഇത് ഓപ്പൺ സ്കൂളിംഗ് ആണ്. എന്ന് വെച്ചാൽ സ്കൂളുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ +1 +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കീമാണ്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ CBSEയുടെ നേതൃത്വത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണെന്നും കൂടെ ഓർക്കണം. സ്കോൾ കേരള എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്ച്വലി ഓപ്പൺ സ്കൂളിംഗ് അല്ല, അത് റെഗുലർ സ്കൂളിങ്ങിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും എക്സാമിനേഷനാണ് അതിലുണ്ടായിരുന്നതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഓപ്പൺ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് അഗെയിൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകാരമുള്ള പ്രോഗ്രാം തന്നെയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് +2 എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നു കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ഉദ്ദേശിക്കുന്നത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് റീച്ച് ദി അൺറീച്ച്ഡ് എന്ന് പറയുന്ന ആ ഒരു മിഷനോട് കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1989 നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 1989 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. NIOS എന്ന് പറയുന്ന പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ റെഗുലർ ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ പോയി പഠിക്കുന്നുണ്ട്. അതുകൂടാതെ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾ, ഇനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം +1 +2 പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട്, ലേറ്റായി പോയ ആളുകളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ, അത് ചിലപ്പോൾ മെഡിക്കൽ റീസൺസ് ആവാം, അല്ലെങ്കിൽ ഫാമിലിയിലെ ഇഷ്യൂസ് കാരണം ഒരുപാട് ഇയർ ഗ്യാപ്പ് വന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ +1 +2 കംപ്ലീറ്റ് ചെയ്യണം, +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ NIOSലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇത് എങ്ങനെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്കോൾ കേരളയിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. JEE NEET പോലുള്ള എക്സാം +2ൻ്റെ കൂടെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് IITയിലേക്കൊക്കെ +2ൻ്റെ കൂടെ എത്തണമെന്നുണ്ടെങ്കിൽ സ്കൂളും കോച്ചിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക്കാണ്. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് സ്കോൾ കേരള, NIOS പോലുള്ള ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ +1 +2ൽ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടനായിരിക്കും. പക്ഷേ നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ട് ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക്, JEE ആസ്പിറൻസിനൊക്കെ ഈ ഒരു സ്കീമിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആവുന്ന തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ HRD, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് NIOS എന്ന് പറയുന്നത്. ഈ ഒരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി, 10th കഴിഞ്ഞ് +2ൻ്റെ സർട്ടിഫിക്കറ്റ് പല കാരണങ്ങൾ കൊണ്ട് കിട്ടാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ മാത്രമല്ല, വലിയ വലിയ ആളുകൾക്കടക്കം +2ൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. സോ ഫ്രീഡം ടു ലേൺ, ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രീഡം ടു ലേൺ. ആർക്കും ഏത് പ്രായത്തിലും ഏത് സബ്ജക്ട് കോമ്പിനേഷൻസ് എടുത്തുകൊണ്ടും +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റീച്ച് ദി അൺറീച്ച്ഡ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്. NIOS ഫോളോസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം ടു ലേൺ. നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, +2 പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് അടുത്തതായിട്ട് ഫ്ലെക്സിബിലിറ്റിയാണ്. ചോയ്സ് ഓഫ് സബ്ജക്റ്റ്, പല സബ്ജക്ട് കോമ്പിനേഷൻസ് നമുക്ക് +1 +2ൽ ഈ ഒരു സ്കീമിലൂടെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് സയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സയൻസ്, മാത്ത്, ലാംഗ്വേജുകൾ. കൊമേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് കൊമേഴ്സ് സബ്ജക്റ്റുകളാണ്. ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റുകളാണ് അതിലും ഉള്ളത്. ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളെല്ലാം ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NIOSൽ +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അഡ്മിഷൻ, the learner has the option to take admission online under various streams or through സ്റ്റഡി സെൻറ്റർ. രണ്ട് രീതിയിൽ ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാം. സ്റ്റഡി സെൻറ്റേഴ്സ് വഴി ആക്ച്വലി ഒരു സ്കൂളിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ടും എന്ത് ചെയ്യാം, ഒരു LMSൻ്റെ സഹായത്തോട് കൂടിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സ്റ്റഡി സെൻറ്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ സെൻറ്റർ, റീജിയണൽ സെൻറ്റർ എന്നൊക്കെ വിളിക്കുന്ന സെക്കൻഡറി, ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി വിഭാഗത്തിന് എല്ലാ സ്റ്റേറ്റുകളിലും പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റഡി സെൻറ്റേഴ്സും റീജിയണൽ സെൻറ്റേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നിടത്താണ് ഒരു പ്രത്യേകത. +1ലും +2ലും സെപ്പറേറ്റ് ബോർഡ് എക്സാമുകൾ, സെപ്പറേറ്റ് പബ്ലിക് എക്സാം, അങ്ങനെയല്ല. ഈ ഒരു NIOS വഴി +2 കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരൊറ്റ പബ്ലിക് എക്സാമാണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടി വരിക. ഒരൊറ്റ പബ്ലിക് എക്സാമാണ് അപ്പിയർ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അത് 2 വർഷം, ഒരു വർഷത്തിൽ തന്നെ 2 തവണ അത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഒന്ന് ഒക്ടോബറിലും മറ്റേത് ഏപ്രിലുമാണ്. ഇതിലേതെങ്കിലും ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2ൻ്റെ എക്സാം എഴുതി എടുക്കാൻ സാധിക്കും. അണ്ടർസ്റ്റുഡ്? അങ്ങനെ നമുക്ക് +2ൻ്റെ സർട്ടിഫിക്കറ്റ് NIOS വഴി നേടിയെടുക്കാം. 9 എക്സാമിനേഷൻ ചാൻസസ് ആർ ഓഫേർഡ് ടു ദ ലേണർ ഇൻ 5 years. അപ്പോൾ 5 വർഷം കൊണ്ട് 9 അവസരങ്ങളുണ്ടായിരിക്കും. അതിലേതെങ്കിലും അവസരത്തിൽ എന്ത് ചെയ്താൽ മതി, +2 കംപ്ലീറ്റ് ചെയ്യുന്നൊരു
കുട്ടി ഇതിൽ എക്സാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാൻ സാധിക്കും. എ ലേണർ ക്യാൻ അപ്പിയർ ഇൻ ദി എക്സാമിനേഷൻ ഡ്യൂറിംഗ് ദിസ് പീരീഡ് ആസ് ആൻഡ് വെൻ ഹി ഓർ ഷീ ഈസ് വെൽ പ്രിപ്പയർഡ് ആൻഡ് ക്യാൻ അവൈൽ ദ ഫെസിലിറ്റി ഓഫ് ക്രെഡിറ്റ് അക്യുമുലേഷൻ. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ലേണർ ഹാസ് ദി ഓപ്ഷൻ ടു അപ്പിയർ അണ്ടർ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഓഫ് NIOS അറ്റ് സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ലെവൽസ് അറ്റ് NIOS ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ റെഗുലർ ആയിട്ട് നടക്കുന്ന ഈ ഒരു ഒക്ടോബറിലും ഏപ്രിലും നടക്കുന്ന പബ്ലിക് എക്സാം അല്ലാതെ ഓൺ ഡിമാൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ പിന്നീട് എഴുതിയെടുക്കാം. ഓൾറെഡി +2 കഴിഞ്ഞു പോയ ഒരാൾക്ക് കുറച്ച് കൊമേഴ്സിൻ്റെ പേപ്പറുകൾ കൂടി എഴുതിയെടുക്കണം, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചു പോയ ഒരാൾക്ക് ഫിസിക്സിലെയും മാത്സിലെയും +2 ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കണം. അങ്ങനത്തെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ചൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ റെഗുലറായിട്ട് 10 കഴിഞ്ഞ് നേരെ NIOS +1 +2ലേക്ക് വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൺ ഡിമാൻഡ് എക്സാമിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് പബ്ലിക് എക്സാം തന്നെ എഴുതാവുന്നതാണ്. റെക്കഗ്നൈസ്ഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് തരിക. ഇന്ത്യയിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും +2ന് ശേഷം അത് IIT ആയാലും NIT ആയാലും മെഡിക്കൽ കോളേജസ് ആയാലും JEE NEET പോലുള്ള ഏത് എക്സാമിനേഷൻ ആയാലും നിങ്ങൾക്ക് +2ൻ്റെ സെയിം വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ NIOS നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇൻസൈഡ് ഇന്ത്യ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെന്നുണ്ടെങ്കിലും +2ന് ഇക്വലൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, വാലിഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ JEE എഴുതാനും NEET എഴുതാനൊന്നും NIOS കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് NIOS വഴി +2 കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ ടേക്കിംഗ് അഡ്മിഷൻ? അപ്പോൾ അത് 100% ഓൺലൈൻ അഡ്മിഷൻ ആണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല NIOSൻ്റെ വെബ്സൈറ്റ് വഴി അതിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എൻറോൾമെൻറ്റ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് യൂഷ്വലി ഉണ്ടാവുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളുള്ള രൂപത്തിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലേണർ മേ വിസിറ്റ് ഹിസ് ഓർ ഹെർ നിയറസ്റ്റ് സ്റ്റഡി സെൻറ്റർ ആൻഡ് ടേക്ക് ഹെൽപ്പ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. അതല്ലെങ്കിൽ റീജിയണൽ സെൻറ്ററിൽ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺസേൺഡ് റീജിയണൽ സെൻറ്ററിൽ പോയിട്ടും അവിടെയും സഹായം തേടാവുന്നതാണ്. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെക്കൻഡറി കോഴ്സിലേക്ക്, അതായത് 10th ഇതിൽ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ, +2 മാത്രമല്ല 10th കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ 8th പാസ്സായ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ NIOSലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 14 വയസ്സ് കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് 10th സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാം. അതുപോലെ തന്നെ ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് 10th ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് സീനിയർ സെക്കൻഡറി കേസിലേക്കും വരാവുന്നതാണ്. സീനിയേഴ്സ് +2ൻ്റെ +1 +2ലേക്കും NIOSൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ NIOSൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്താൽ 5 വർഷത്തിനുള്ളിൽ +2ൻ്റെ ആ ഒരു എക്സാം കംപ്ലീറ്റ് എഴുതി തീർത്താൽ മതി. അപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ തീർക്കണമെന്നില്ല, മാക്സിമം 5 വർഷത്തിനുള്ളിൽ തീർക്കാൻ പറ്റും. അതുമാത്രമല്ല മിനിമം 2 വർഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സിൽ +2ൻ്റെ ആ ഒരു ഡ്യൂറേഷൻ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആക്കുകയും വേണം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ ക്യാൻ എ ലേണർ ടേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ഇൻ ദ സീനിയർ സെക്കൻഡറി കോഴ്സ്? ഇല്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, +1 +2ലേക്ക് വരാൻ കഴിയില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെക്കൻഡറി അഡ്മിഷൻ അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 10th ക്ലാസ് കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റിന് മാത്രമാണ് +1 +2 ലെവലിലുള്ള NIOSൽ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾ 10 തീർത്തിട്ട് വേണം +1 +2ലേക്ക് വരാൻ. വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ടേക്ക് അഡ്മിഷൻ ഇൻ ദ സീനിയർ സെക്കൻഡറി കോഴ്സ്? 15 വയസ്സാണ് +1 +2ൻ്റെ അഡ്മിഷൻ എടുക്കാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മീഡിയംസ് ഓഫ് സ്റ്റഡീസ് അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരുപാട് ലാംഗ്വേജസിൽ ആക്ച്വലി എന്താണ് NIOSൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. വാട്ട് ആർ ദ സബ്ജക്ട്സ് അവൈലബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ സബ്ജക്റ്റുകൾ, ഒരുപാട് വെറൈറ്റി ഓഫ് സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് ഏത് കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് സീനിയർ സെക്കൻഡറിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ലാംഗ്വേജസ് തുടങ്ങി സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങി നിരവധി സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് കോമ്പിനേഷൻസ് സെലക്ട് ചെയ്തുകൊണ്ട് +2 സർട്ടിഫിക്കറ്റ് NIOS വഴി നേടിയെടുക്കാൻ സാധിക്കും. വെദർ എ ലേണർ ക്യാൻ ചേഞ്ച് ഹിസ് ഓർ ഹെർ സബ്ജക്ട് ഡ്യൂറിംഗ് ദ വാലിഡിറ്റി പീരീഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സബ്ജക്റ്റിൽ ചെറിയ വേരിയേഷൻസും ചേഞ്ചുകളൊക്കെ വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഹൗ മെനി സബ്ജക്ട്സ് ആർ റിക്വയർഡ് ടു ബി ടേക്കൺ ഫോർ ഗെറ്റിംഗ് ദി പാസ് സർട്ടിഫിക്കറ്റ്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ സെക്കൻഡറി ലെവലിൽ നിങ്ങൾ നോക്കുക, സെക്കൻഡറി ലെവലിൽ ലേണർ ഈസ് റിക്വയർഡ് ഇൻ മിനിമം 5 സബ്ജക്റ്റുകൾ നമ്മൾ എടുത്തിരിക്കണം. സീനിയർ സെക്കൻഡറി +2 അങ്ങനെ തന്നെയാണ്. മിനിമം 5 സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, NIOS വഴി +2 കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്ത് പഠിച്ച് അതിൻ്റെ എക്സാംസ് എല്ലാം പാസ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ കിട്ടുന്നതാണ്. സെൽഫായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കിട്ടും. അത് ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതാ പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലെ അഡ്രസ്സിലേക്ക് എത്തിച്ചു തരികയും ചെയ്യും. ഓക്കെ, ആൻഡ് ക്യാൻ എ ലേണർ ചൂസ് എനി സബ്ജക്ട് കോമ്പിനേഷൻ? യെസ്, ഏത് സബ്ജക്ട് കോമ്പിനേഷൻസും ചൂസ് ചെയ്യാം. 5 എണ്ണം മിനിമം ചൂസ് ചെയ്തിരിക്കണം. മാക്സിമം നമുക്ക് 7 സബ്ജക്റ്റ് വരെ സെലക്ട് ചെയ്യാൻ സാധിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, JEE NEET എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ ഈ കോമ്പിനേഷൻസ് ഈ NIOS വഴി എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ JEE ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്തായാലും NIOSൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി നിങ്ങൾ NEET ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ അതിൽ ഫിസിക്സും കെമിസ്ട്രി, ബയോളജിയും ഈ സബ്ജക്ട് കോമ്പിനേഷൻസിൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. അതായത് കൊമേഴ്സും ഹ്യൂമാനിറ്റീസിനും സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചൊരു കുട്ടി NIOS
NIOS വഴി പഠിച്ചൊരു കുട്ടിക്ക് JEO നീറ്റോ എഴുതാൻ കഴിയില്ല. അത് പറയാതെ തന്നെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. +1 +2 ഫിസിക്സും കെമിസ്ട്രിയും മാത്സും തന്നെ സെലക്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് JEE നീറ്റൊക്കെ പോലുള്ള എക്സാമുകൾ എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബയോളജി സെലക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. അതുപോലെ വൊക്കേഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. തിയറി മാത്രമല്ല, വൊക്കേഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളും NIOSൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇതിൽ അവൈലബിൾ ആണ്. ഇനി എക്സാമിലേക്ക് വരികയാണെങ്കിൽ പബ്ലിക് എക്സാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമാണ് NIOS പബ്ലിക് എക്സാം കണ്ടക്ട് ചെയ്യുക. 2 സമയത്താണ്, ഒക്ടോബറിലും അതുപോലെ തന്നെ ഏപ്രിലുമാണ് പബ്ലിക് എക്സാം കണ്ടക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ഓൺ ഡിമാൻഡ് സിസ്റ്റമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ റെഗുലറായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് അത്ര തന്നെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പബ്ലിക് എക്സാമിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം, ഓരോരോ സബ്ജക്റ്റുകളായിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി NIOSൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ ഒക്ടോബറിൽ തന്നെ ഒരു പബ്ലിക് എക്സാം വരുന്നുണ്ട്, പിന്നെ ഏപ്രിൽ വരും, പിന്നെയും ഒക്ടോബറിൽ വരും, പിന്നെയും ഏപ്രിൽ വരും. അപ്പോൾ 10 കഴിഞ്ഞൊരു കുട്ടി 2 വർഷം കൊണ്ടുമാണ് എന്ത് ചെയ്യേണ്ടത്, മിനിമം 2 വർഷം എടുത്തിട്ടാണ് എല്ലാ സബ്ജക്റ്റുകളുടെയും എക്സാം എഴുതി തീർക്കേണ്ടത്. അപ്പോൾ 5 സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ +1 സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ ഒക്ടോബറിൽ നിങ്ങൾ ഒരു പരീക്ഷ എഴുതി പാസ്സാവുന്നു, അടുത്ത ഏപ്രിലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 2 സബ്ജക്റ്റും കൂടി എഴുതി പാസ്സാവുന്നു, പിന്നത്തെ ഒക്ടോബറിൽ അടുത്തൊരു സബ്ജക്റ്റിൻ്റെ എക്സാം എഴുതി പാസ്സാവുന്നു, ആൻഡ് ഫൈനലി 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഏപ്രിലിൽ ലാസ്റ്റത്തെ ഒരു സബ്ജക്റ്റും കൂടി എഴുതി പാസ്സാവുന്നു. അങ്ങനെ 4 ഡിഫറെൻറ്റ് എക്സാമുകളിൽ നിങ്ങൾ ഈ 5 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റും. അപ്പോൾ ആക്ച്വലി എന്താണ്, സ്കൂളിൻ്റെ യാതൊരുവിധ സ്ട്രെസ്സോ അല്ലെങ്കിൽ അത്തരം ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ഒന്നും ഫോളോ ചെയ്യാതെ നമുക്ക് +2ൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് NIOSൻ്റെ അഡ്വാൻറ്റേജ്. ആദ്യത്തെ എക്സാം വരുന്നത് മാർച്ച് ഏപ്രിൽ സമയത്താണ്. ഇത് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എപ്പോഴാണ്, നവംബർ ഡിസംബറിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. മാർച്ചിൽ എക്സാം, ഏപ്രിൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേയുള്ള ഡിസംബർ നവംബറിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. അത് ചെയ്ത ആളുകൾക്കാണ് മാർച്ചിൽ എക്സാം എഴുതാൻ പറ്റുക. അപ്പം ഈ ഒരു സമയത്ത് തന്നെ എക്സാമിനേഷൻ ഫീ കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവണം. ഇനിയുള്ളത് അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ ലേണേഴ്സിനും അതിൽ തന്നെ ഫീസ് ഉണ്ട്. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു 10 ദിവസത്തിനുള്ളിൽ ഫൈൻ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. അതുപോലെ ഇനിയുള്ളത് സെപ്റ്റംബർ ഒക്ടോബറിൽ നടക്കുന്ന എക്സാമാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് മെയ് ജൂൺ സമയത്താണ്. അപ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. ഒക്ടോബറിൽ പരീക്ഷ എഴുതണം നിങ്ങൾ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജൂണിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം, എന്നാലേ ഒക്ടോബറിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 വർഷം 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആദ്യത്തെ ഒക്ടോബറിൽ തന്നെ എല്ലാ സബ്ജക്റ്റും കൂടി എഴുതിയെടുത്തിട്ട് +2ൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് മിനിമം 2 വർഷം ഈ ഒരു കോഴ്സിൽ നിങ്ങൾ നിലനിൽക്കണം, നിങ്ങൾ സ്റ്റേ ചെയ്യണം, എന്നാലാണ് +2ൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആദ്യത്തെ ഒക്ടോബറിൽ തന്നെ 4 സബ്ജക്റ്റും എഴുതിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റത്തെ 1 സബ്ജക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പെർമിഷൻ കിട്ടുന്നത് എപ്പോഴായിരിക്കും, 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഏപ്രിൽ മാത്രമേ കിട്ടുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഇനി അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യണം. ഇത് മറന്നു പോകാനും പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് നോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സീനിയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷം നിങ്ങൾ ഈ ഒരു കോഴ്സിൽ സ്റ്റുഡൻ്റായിട്ട് നിന്നിട്ടുണ്ടാവണം. അതല്ലാതെ നമ്മൾ NIOS വഴി ആദ്യത്തെ ഒക്ടോബറിൽ തന്നെ എല്ലാ സബ്ജക്റ്റും കൂടി എഴുതിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഡസ് നോട്ട് ഹാവ് റിക്വസിറ്റ് ഗ്യാപ്പ് ഓഫ് 2 years. ഇഫ് ലേണറിന് ഈ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് ഇല്ലാതെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 4 സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന മാർച്ച് ഏപ്രിൽ എഴുതിയെടുക്കാൻ പറ്റും. ആൻഡ് സബ്സിക്വൻറ്റ് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. ആൻഡ് ആ ലാസ്റ്റ് സബ്ജക്റ്റ് 2 വർഷം കഴിഞ്ഞിട്ട് വരുന്ന പബ്ലിക് എക്സാമിൻ്റെ കൂടെ എഴുതിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത്രേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല. യൂഷ്വലി +1 +2ൻ്റെ ഡ്യൂറേഷൻ തന്നെ നമ്മൾ ഇതിലും ഫോളോ ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പബ്ലിക് എക്സാം അല്ലാതെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, നമ്മൾ സ്കൂളിൽ നടക്കുന്ന ഒരുപാട് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്, TMA എന്ന് വിളിക്കും. ഇത് സെറ്റ് ഓഫ് അസൈൻമെൻറ്റ്സ് ആയിട്ട് പബ്ലിക് എക്സാമിൻ്റെ മുന്നേ അവർ റിലീസ് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അതും എന്തിൻ്റെ പാർട്ടാണ്, നമ്മുടെ ഫൈനൽ റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ ഫൈനൽ മാർക്കിൻ്റെ പാർട്ടായിട്ട് ഈ TMA ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്സും പരിഗണിക്കും. ഇനി നമ്മുടെ റീജിയണൽ സെൻറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ളത് കൊച്ചിയിലാണ്. കേരള ആൻഡ് ലക്ഷദ്വീപിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റീജിയണൽ സെൻറ്റർ ആയിട്ട് NIOSൻ്റെ റീജിയണൽ സെൻറ്റർ, ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ റീജിയണൽ സെൻറ്റർ കൊച്ചിയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് NIOSൻ്റെ ഡീറ്റെയിൽസ്. പല ആളുകൾക്കും ഇത് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോയിൻ ചെയ്ത കുട്ടികളുടെയും പാരൻസിൻ്റെയും എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NIOSുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഡിലേ ഫീൽ ചെയ്യുന്ന
ചെയ്യുന്നുണ്ടെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരു കാര്യം അവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. കൃത്യസമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, എല്ലാത്തിനും കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് ആണ് പല പാരൻസും ഷെയർ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ലാസ്റ്റിലേക്ക് വെക്കരുത്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ എക്സാം രജിസ്ട്രേഷൻ ആവട്ടെ, കോഴ്സ് രജിസ്ട്രേഷൻ ആവട്ടെ എല്ലാം നേരത്തെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഒന്നും ലാസ്റ്റ് ഡേയിലേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഇതെല്ലായിടത്തും റെക്കഗ്നൈസ്ഡ് ആണ്. എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള പല ഫോറിൻ യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പല ഫോറിൻ യൂണിവേഴ്സിറ്റീസും ഇതൊരു ഓപ്പൺ സ്കൂളിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ആക്ച്വൽ +2ൻ്റെ ഇക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ സിംഗപ്പൂർ പോലെയുള്ള അവിടുത്തെ പല യൂണിവേഴ്സിറ്റീസിലും ഇപ്പോൾ അങ്ങനെ ലോകത്തുള്ള പല രാജ്യങ്ങളിലെ പല യൂണിവേഴ്സിറ്റീസിലും ഇത് ആക്ച്വലി സ്കൂളിൽ പോയ റെഗുലർ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഇക്വലൻ്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് നിങ്ങൾ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ JEE നീറ്റൊക്കെ എഴുതിയിട്ട് IIT NIT പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ NIOS നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് നിങ്ങളുടെ സംശയങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇപ്പോൾ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന JEE നീറ്റിന് സീരിയസ് ആയിട്ട് അടുത്ത 2 വർഷം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ ജൂനിയേഴ്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സ്കൂൾ കേരള ആൻഡ് NIOS 2 ഓപ്ഷൻസ് ആണ്. വീട്ടിലിരുന്നുകൊണ്ട് +1 +2 നല്ല ഒരു ഓൺലൈൻ കോച്ചിങ് ഓഫ്ലൈൻ കോച്ചിങ് ഒക്കെ എടുത്തുകൊണ്ട് എൻട്രൻസിന് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്കൂളിലെ തിരക്കുകളോ ഷെഡ്യൂളുകളോ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ +1 +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. അടുത്ത വർഷത്തേക്ക് അതിനുവേണ്ട പ്ലാനിങ് ചെയ്യാം.